CPM നിയന്ത്രണത്തിലുള്ള കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന നിക്ഷേപ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടത് പാർട്ടി അനുഭാവിയായ ഉളിക്കലിൽ AKG നഗറിലെ ആശാരിത്തൊഴിലാളി EK ബാലനാണ്. 2016 ബാലൻ കോളിത്തട്ട് ബാങ്കിൽ 8 ലക്ഷം രൂപ നിക്ഷേപിച്ചത്. നാളിതുവരെ പരിശീലനത്തിൽ ഇദ്ദേഹത്തിന് ലഭിച്ചത് 2 ലക്ഷം രൂപ മാത്രമാണ്. ആശാരിത്തൊഴിലാളിയായ ബാലൻ ഇന്ന് കിഡ്നി രോഗിയാണ്. രോഗം മൂർച്ഛിച്ചതോടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി പണം ആവശ്യപ്പെട്ട് ബാങ്കിൽ എത്തിയപ്പോൾ ബാങ്ക് അധികൃതർ കണ്ടഭാവം നടിക്കുന്നില്ല എന്നാണ് ബാലൻ പറയുന്നത്. മുതലും പലിശയും ചേർത്ത് 13 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലഭിക്കാനുള്ള ബാലന് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഹൃദയ സംബന്ധമായ അസുഖത്തിന് സർജറി കഴിഞ്ഞ ഇദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ കൂടി പിടിപെട്ടതോടെയാണ് ചികിത്സാ ആവശ്യങ്ങൾക്കായി തന്റെ പണത്തിനായി ബാങ്കിനെ സമീപിച്ചത്. എൻ്റെ പേര് ബാലൻ. ഞാനിവിടെ AKG നഗറിലാണ് താമസം. അപ്പോൾ 2016 എൻ്റെ അച്ഛൻ്റെ ഒരു ഭൂതം ചാലക്കുടിയിലുണ്ടായിരുന്നു. അത് ഞാൻ വിറ്റ് അതിൻ്റെ പകുതി അനിയനും കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരാ, ഞാനും എടുത്തു. ഞാൻ എന്നിട്ട് അത് മണത്തണയിലൊരു സ്ഥലം മേടിച്ച് ഒരു 8 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു. പിന്നെ ഈ പണിപ്പൈസ എല്ലാം കൂടിയിട്ട് അവിടെ ഈ ഉളിക്കൽ SBIയിലാണ് കൊണ്ടുപോയിട്ടത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ദിവസം ഒരു മെസ്സേജ് വന്നു. ഈ മെസ്സേജ് ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചത് ഇംഗ്ലീഷാണല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ നമ്മുടെ അയൽവാസിയാണ്, അവിടുത്തെ ബാങ്ക് സെക്രട്ടറി. അവനെ കണ്ടു. അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, വലിയ കഥയൊന്നുമില്ല ഇതിൽ, ഒരു കാര്യം ചെയ്തോ, ഞങ്ങളുടെ ബാങ്കിൽ കൊണ്ടുപോയതാണ് 9% പലിശ കിട്ടും. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ആ പൈസ പിൻവലിച്ച് അവിടെ കൊണ്ടുപോയിട്ടു 2016 കോളിത്തട്ട് ബാങ്കിൽ. അപ്പോൾ ഈ സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ നമ്മുടെ അയൽവാസിയാണ്. അപ്പോൾ പുറവിലാണ് എൻ്റെ തറവാട്. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടു. അത് കഴിഞ്ഞ് ഒരു ഈ 2020 എനിക്ക് കുറച്ച് പൈസേൻ്റെ ആവശ്യം വന്നപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് 2 ലക്ഷം അവർ തന്നു കഴിഞ്ഞിട്ട് ഇനിയുണ്ട് ഒരു 8 ലക്ഷം രൂപയോളം. അത് ഓരോന്നോരോന്ന് അവർ എഴുതി തന്നിട്ടുണ്ട്. അങ്ങനെ ഈ മരുന്നിന് പോകാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു രക്ഷയില്ല, ബാങ്ക് ആകെ സാമ്പത്തിക പരാതിയിലാണുള്ള. അറബി ശാഖയും പിന്നെ പേരട്ട ബാങ്ക് ഞങ്ങൾ പൂട്ടാൻ പോവാണ്, ഒരു വരുമാനമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പ്രാരാബ്ദം ഇങ്ങോട്ട് പറയാണ്. നമ്മുടെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് പിന്നെ ഒരു ഉപകാരപ്പെടുമെന്ന് ഓർത്തിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ടത്. അല്ലെങ്കിൽ SBI കിടന്നാൽ മതിയായിരുന്നു. ഇത്തിരി ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ ആർക്കായാലും ഇതുണ്ടാവില്ലേ. അങ്ങനെയാണ് അവിടെ പോയിട്ട് അത് ചെയ്തത്. അങ്ങനെ ബൈപ്പാസ് കഴിഞ്ഞു 5 വർഷം മുമ്പ്, പരിയാരം എന്നായിരുന്നു. അന്നൊക്കെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് അതെല്ലാം ചെയ്ത് പോയി. പിന്നീട് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ക്രിയാറ്റിൻ കൂടി വരിക. 2 ഉണ്ടായ ക്രിയാറ്റിൻ ഈ 2 മാസം കൊണ്ട് ഈ ബാങ്കുമായിട്ടുള്ള ഇടപാട് കൊണ്ട് ടെൻഷൻ കൂടി 4.1 മിനിയാന്ന് ഇവിടെ ഏനപ്പോയ മംഗലാപുരത്ത് ചെന്ന് നോക്കുമ്പോൾ ഉള്ള ടെസ്റ്റ് എല്ലാം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അപ്പോൾ അഡ്മിറ്റ് ആവണമെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഇതൊരു സുഹൃത്തിനോട് പൈസയും മേടിച്ചിട്ടാണ് ഞാൻ പോയത്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അഡ്മിറ്റ് ആവണമെങ്കിൽ ആരൊരു ബ്ലേഡിന് മേടിച്ച് കൊണ്ടുപോകാനല്ലാണ്ട് രക്ഷയില്ല. ഈ ക്രിയാറ്റിന് 8 ആയി കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസ് ചെയ്യണം. ഇപ്പം 2.5 കൂടി ആയിക്കഴിഞ്ഞാൽ 8 പോയിൻ്റ് ആവും. അപ്പോൾ 8 പോയിൻ്റ് ആയി കഴിഞ്ഞാൽ ഡയാലിസിസ് അല്ലാണ്ട് ഒരു മാർഗ്ഗം മരുന്നിന് പോവില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ആരോട് ബ്ലേഡിനെങ്കിലും പൈസ മേടിച്ച് കൊണ്ടുപോയി അടുത്ത ആഴ്ച പോയി അവിടെ അഡ്മിറ്റ് ആവണം. ഇന്നലെ ഈ ഒരു കാര്യം നിങ്ങൾ ബാങ്കിൽ ഇപ്പോൾ അധികൃതരെ അറിയിച്ചോ? അവർ ഫോൺ എടുക്കുന്നില്ലല്ലോ. അതല്ല കുഴപ്പം. അവിടെ സുനൂക്കിനകത്ത് അറബി ബ്രാഞ്ചിൽ ആ പുള്ളി വന്നിട്ടാണ് കഴിഞ്ഞാൽ 1 ലക്ഷം പഠിച്ചിട്ട് പോയത് ഡെപ്പോസിറ്റ്. അത് ഈ കൃഷ്ണൻകുട്ടിയാണ് പറഞ്ഞു വിട്ടത്. അന്ന് ഈ ബാങ്ക് പൊട്ടിയിരിക്കുക. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ആ ബാങ്കുമായിട്ട് അങ്ങനെ അങ്ങോട്ട് പോക്കില്ലായിരുന്നു. എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യം വന്നാൽ ഇവർ കൊണ്ടുതരലാണ് എൻ്റെ സാധാരണ, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കൃഷ്ണൻകുട്ടിയെ നമ്മുടെ അയൽവാസിയാണ് വിളിച്ചു പറഞ്ഞ് ഞാൻ കൊണ്ടുവരുന്നു. ഇത് തകർന്ന വിവരമൊന്നും എനിക്കറിയില്ല. വാട്സാപ്പിലൊരു മെസ്സേജ് വന്നപ്പോഴാണ് ഇത് തകർന്നെന്നുള്ള നമ്മൾ അറിയുന്നത്. ഇതിപ്പോൾ റേറ്റ് അവർ പറഞ്ഞിട്ടില്ല. അതിപ്പോൾ എത്ര ഉണ്ടാവുമെന്നറിയില്ല. ഇതിപ്പോൾ ഒരു 3000 ചില രൂപയായി ഞാൻ ഒറ്റ പോക്കിന്. അതായത് ഇവിടുന്ന് രാത്രി 1:30 ഒരു ഓട്ടോയും കൂട്ടി ഇരുട്ടിയിൽ നിന്ന് ഒരു ബാംഗ്ലൂർ ബസ് കിട്ടി. അവിടുന്ന് കണ്ണൂർ എത്തിയപാട് തന്നെ ഒരു നേത്രാവതി പിന്നെ സൂപ്പർ ഫാസ്റ്റ് കിട്ടി. 6:30 മംഗലാപുരത്തി. അവിടുന്ന് ടെസ്റ്റുകളും പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 5 മണിയായി. ഇവിടെ എത്തുമ്പോൾ വണ്ടിയെല്ലാം പോകുന്നു. പിന്നെ ഇരുട്ടിൽ നിന്ന് ഓട്ടോ ഓട്ടി പോകുന്നു. അതേസമയം
അന്ന് കാശുണ്ടായിരുന്നെങ്കിൽ അഡ്മിറ്റ് ആകുമായിരുന്നു അവിടെ. അപ്പോൾ അവിടെ കിടന്നിട്ട് അന്യ നാടാണ്, പരിചയമുള്ള ആളില്ല, ആരോട് ചോദിച്ചാലും തരാനുമില്ല. ഇനിയിപ്പോൾ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബ്ലേഡ് ബാങ്കോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ബ്ലേഡോ വാങ്ങി പോയി, അല്ലെങ്കിൽ ഇത് ആയിക്കഴിഞ്ഞാൽ 8 പോയിന്റ് കഴിഞ്ഞാൽ ഡയാലിസിസ് വേണം. ഇതിൻ്റെ ഫുൾ റിപ്പോർട്ട് ഇതാണത്. അങ്ങനെ പോയി മെഡിക്കൽ കോളേജ്. ഇത് നേരത്തെ ഇരിട്ടിയിൽ കണ്ടതാണ് നെഫ്രോളജി. അവിടെയെല്ലാം ഭയങ്കര പൈസയാണ്. അപ്പോൾ അതിലൊരു ഈ അവസ്ഥയിൽ ഇത്ര പൈസ മുടക്കാനില്ല. അതിൻ്റെ പേരിലാണ് അങ്ങോട്ട് പോയത്. നെഫ്രോളജിനെ കാണണം, പിന്നെ ഫിസിഷ്യനെ കാണണം. ഇതെല്ലാം മറ്റേ ഹൃദയാലയ നമ്മുടെ ബൈപ്പാസ് കഴിഞ്ഞതിൻ്റെ സാമ്പത്തികം. പിന്നെ പ്രായമായ അമ്മയുണ്ട്, ഭാര്യയ്ക്കും അതുപോലെ തന്നെ പ്രഷറും ഹൈ ഷുഗറും ഹൈ പ്രഷറുമാണ്. അങ്ങനെ ജീവിതമാർഗ്ഗം ആകെ വഴിയും മുട്ടിയിട്ടുള്ള. ഞാൻ മരപ്പണിക്കാരനാണ്, പണിയൊക്കെ സുഖമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പറഞ്ഞാൽ ഈ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് വല്ലാണ്ട് ഡൗൺ ആകുമ്പോൾ എന്താവും, ബോധം കെട്ടുപോകും. ബോധം കെട്ടുപോയി എവിടെയാണെന്ന് വെച്ചാൽ അവർ എന്നിട്ട് ആസ്പത്രി കൊണ്ടുപോകും. അവിടെ നിന്ന് ഡ്രിപ്പെല്ലാം ഇട്ട് ഒരു 4 മണിക്കൂർ അവിടെ കടന്നാൽ ഓക്കെ ആവും. അത് കാരണം ഒറ്റയ്ക്ക് ഒരു വഴിക്ക് പോകാനും പാടില്ല, പണിയെടുക്കാനും പാടില്ല. അങ്ങനത്തെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാറിന്റെ ഓണം, സെഞ്ചുറിയുടെ ഓണം. സെഞ്ചുറി ഫാഷൻ സിറ്റി.